പശ്ചിമ ബംഗാളിൽ സംഭവിക്കും എന്ന് കരുതിയത് സംഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ ആസൻസോളിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഭരണാധികാരികളും എല്ലാം തന്നെ അവിടെ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുന്നതിനെതിരെ, അതായത് വലിയ ശബ്ദത്തിൽ ക്ഷേത്രങ്ങളിലും മസ്ജിദുകളും മറ്റും ഉപയോഗിക്കുന്ന ഉച്ചഭാഷണികൾക്കെതിരെ ഒരു ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുകയായിരുന്നു. അതിൽ ഈ അൻസോളിലെ ജഹാംഗിരി മൊഹല്ലയിൽ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാർ ബോധവൽക്കരണം നടത്തുമ്പോഴേക്കും ഒരു സംഘം ആളുകൾ എത്തുകയും ഇവരെ ഇഷ്ടികയും മറ്റും കൊണ്ട് എറിഞ്ഞു ഓടിക്കുകയും അവിടെയുള്ള പോലീസ് ഔട്ട് പോസ്റ്റ് നശിപ്പിക്കുകയും അവിടെയുള്ള വാഹനങ്ങളും കടകളും തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോടൊപ്പം തന്നെ കസായി മൊഹല്ല എന്ന് പറയുന്ന പ്രദേശത്തും ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് നശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ സൈന്യവും പോലീസും വലിയ രീതിയിൽ തന്നെ ഈ പ്രദേശത്ത് വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇത് ആരാണ് ഇത്തരത്തിൽ, കാരണം ഈ ബോധവൽക്കരണം നടക്കുമ്പോൾ തന്നെ വലിയ സംഘർഷത്തിന് പിന്നിൽ ആരാണ്, കാരണം ഇത്രയും പെട്ടെന്ന് എങ്ങനെ ജനക്കൂട്ടം ഇവിടെ എത്തി, ഇതൊരു വലിയ കലാപ സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് എങ്ങനെയെന്ന് അന്വേഷണം ആരംഭിക്കുന്നു. നമുക്കറിയാം UP-യിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഈ ഉച്ചഭാഷണിയുടെ വിഷയത്തിൽ വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളും വിഘടനവാദികളും മതമൗലികവാദികളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഭീകര സംഘടനകളും എല്ലാം കൂടെ അണിയിച്ചൊരുക്കുന്ന ഒരു വലിയ കലാപത്തിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു വെസ്റ്റ് ബംഗാളിൽ നടന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കും. UP-യിലും മറ്റുമുള്ള നിയമം ഇത്തരത്തിൽ പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ പക്കൽ നിന്ന് തന്നെ ഇത് ഈടാക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ അനധികൃത നിർമ്മാണത്തിലെങ്ങാനും അവർ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ വീടോ മറ്റോ അത്തരത്തിലുണ്ടെങ്കിൽ അത് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.